ഈ പരാതിക്കാരി പറയുന്നത് പോലെ പ്രതി അത്ര വയലന്റ് ആയിട്ടൊന്നുമല്ല പെരുമാറിയത്. രണ്ടുപേരും തമ്മിൽ പ്രകോപനപരമായി സംസാരമുണ്ടായി. അപ്പൊ ഈ കുട്ടി ചാടിക്കേറി ഡോക്ടറുടെ കോട്ടി പിടിക്കുകയായിരുന്നു. പക്ഷെ പ്രശ്നം അതല്ല. ഇപ്പൊ ഹോസ്പിറ്റലിനും ഡോക്ടേഴ്സിനും അതിക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തില് അവർക്കെതിരെയുള്ള നടപടി വളരെ കർശനമാക്കിയിരിക്കുക. പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. മാത്രമല്ല, കുറ്റം തെളിയിക്കപ്പെട്ടാൽ 7 വർഷം വരെ ശിക്ഷയും കിട്ടും. അറിയാലോ വക്കീലിന്. സാർ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ കുട്ടിയെ മനഃപൂർവ്വം ഈ പറഞ്ഞ ഡോക്ടർ ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പുവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പു പറയുന്നത് പുറത്തു വെച്ച് കാണാനിരുന്ന അപ്പുവിനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തിയത് അലീന തന്നെയാണെന്നാണ്. ഓക്കെ, ഐ അഗ്രീഡ്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഡോക്ടർ ഇങ്ങനൊരു പരാതി തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ മുകളിൽ നിന്ന് ചോദ്യം നമ്മളോടാവും. സർ, പ്ലീസ്, എന്റെ മകനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി. ഒരു കാര്യം ഞാൻ ചെയ്യാം. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ ഒരു ദിവസം ഞാൻ കസ്റ്റഡിയിൽ ഹോൾഡ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. അതിനുള്ളിൽ നിങ്ങൾ ആ ഡോക്ടറെ കണ്ട് കോംപ്രമൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഡോക്ടർ പരാതി പിൻവലിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്കിത് ഇവിടം കൊണ്ട് തീരും. അതല്ല, ഡോക്ടർ അതിന് തയ്യാറായില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ വക്കീലൊന്ന് ആലോചിച്ച് തീരുമാനിക്കും. സർ, ഞങ്ങൾക്ക് അപ്പുവിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഷുവർ. ശരി സർ. ആ വക്കീലെ, എന്താണെന്ന് വെച്ചാൽ വേഗം വേണം. കേസുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾക്ക് FIR രജിസ്റ്റർ ചെയ്യണം. ഞാനിപ്പോ പറയാം. സാർ, വരൂ. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും എന്തിനാ അപ്പൊ നീ ഇങ്ങനെയൊക്കെ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തതല്ല BP. അവരെന്നെ മനഃപൂർവ്വം. അവരുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ? പിന്നെ നീ എന്തിനാ അവരുടെ സംസാരത്തിൽ പ്രൊവോക്കഡ് ആവാൻ പോയത്? അല്ലാതെ തന്നെ 100,000 പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതിന്റെ കൂടെ ഇപ്പൊ ഇതും. സാർ, ഞാനിപ്പോ അഡ്വക്കേറ്റ് ഹിമയെ വിളിച്ചിരുന്നു. അലീന അവിടെ തന്നെയുണ്ട്. അലീനയായിട്ടൊരു കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ട് ഹിമ. മാളുവിനോടും ജോബിനോടും അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അവരുടെ ഡിമാൻഡ്? മനസ്സിലായിടത്തോളം ജോബിനും മാളുവും തമ്മിൽ സെപ്പറേറ്റഡ് ആവണമെന്നാണ് അവർ വെക്കുന്ന ഡിമാൻഡ്. സാർ, ഞാനും കൂടെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. നേരിട്ട് സംസാരിച്ചാൽ അവർ ചിലപ്പോൾ ഒരു കോംപ്രമൈസിന് വില്ലിങ് ആയേക്കും. സർ, എനിക്ക് വേണ്ടി മാളും ജോബിനും ഡിവോഴ്സിന് സമ്മതിക്കരുത്. നീ ഒന്ന് ചുമ്മാരിക്കാൻ പോ. ഈ കേസിന് എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരാൻ നോക്കുന്നതിന് പകരം. സാർ, സമാധാനമായിട്ടിരിക്കെ. അപ്പോ ഞാനെന്തായാലും ഒന്ന് പോയിട്ട് വരാം. എന്താ എങ്ങനെയാന്ന് വെച്ചാ അവിടെ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യണേ. ഷുവർ സാർ, ഞാൻ ഇറങ്ങട്ടെ. സമയം കളയുന്നില്ല. അലീന, ഈ പിടിവാശയാത്ര നല്ലതല്ല. അപ്പുവിനെ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടുത്തിയിട്ട് മാളുവിനെയും ജോബിനെയും സെപ്പറേറ്റ് ചെയ്യിക്കാന്ന് വിചാരിക്കുന്നത് എത്ര ക്രൂരമാണ്. അതുകൊണ്ട് അലീനയ്ക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടാവില്ലെന്ന് വക്കീല് പറയാതെ തന്നെ എനിക്കറിയാം. കാരണം അങ്ങനെ കടലാസിൽ ഒപ്പിട്ടത് കൊണ്ട് മാത്രം അവർ രണ്ടുപേരും വിവാഹബന്ധം വേർപെടുത്തിയവരാകുമെന്ന് വിശ്വസിക്കാനും മാത്രം ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല. എന്നാലും ആ ചടങ്ങ് എനിക്ക് എന്റെ കൺമുന്നിൽ വെച്ചൊന്ന് റെക്കോർഡ്സിലായി കാണണമെന്ന് ഒരാഗ്രഹം. പ്രയോജനമില്ലാത്തൊരു പ്രത്യുപകാരം പറ്റി ഈ കേസ് രാജിയാകാനൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ കുറെ നാൾ ഒപ്പം താമസിച്ച വക്കീലിനെ ഓർത്താ ഞാൻ ഇങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറായത്. ഇനി അതിനും അവര് വില്ലിങ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത പരാതി പിൻവലിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു വാശിക്ക് വേണ്ടിയാണ് അലീന ഇത് പറയുന്നെങ്കിൽ നോ പ്രോബ്ലം. ജോബിനെ കൊണ്ട് കൺവിൻസ് ചെയ്യിച്ചോളാം. അങ്ങനെ കൺവിൻസ് ചെയ്തൊരു സൈൻ മാത്രം വാങ്ങിയാൽ മതിയോ? പിന്നെ കോടതിയിലേക്ക് ആ പെറ്റീഷൻ ഫോർവേഡ് ചെയ്യണം. കോടതി അത് ഫയലിൽ സ്വീകരിച്ചു എന്നതിന്റെ റെസിപ്റ്റ് എനിക്ക് കാണാൻ വേണം. ഇതൊക്കെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധ്യമാകുമോ അലീന? അതുവരെ അപ്പുവിനെ സ്റ്റേഷനിൽ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞ കാര്യം കാണണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും വക്കീലെ. അത് കക്ഷികൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. മാഡം, അഡ്വക്കേറ്റ് നന്ദൻ സാർ വന്നിട്ടുണ്ട്. വരാൻ പറയും. നിങ്ങൾ സംസാരിക്കേ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അപ്പോ വക്കീലിന് ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? സർ, ഇരിക്ക്. എന്താ ഹിമ, ആ കുട്ടി എന്താ പറയുന്നേ? ഒന്നും പറയണ്ട സാറേ.
അലീന ആകെ വാശിയില്ല. ഇവര് രണ്ടുപേരുടെയും ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫോർവേഡ് ചെയ്തതിന്റെ റെസിപ്റ്റ് കണ്ടിട്ട് മാത്രം പരാതി പിൻവലിക്കാന്നാ ഇപ്പൊ അലീന പറയുന്നത്. അല്ല, ജോബിനുമായി നന്ദൻ സാറ് സംസാരിച്ചില്ലേ? ഞാൻ സംസാരിച്ചു. അയാൾ ഓൺ ദ വേയാ. മാളു പേടിക്കണ്ട. ഇപ്പോ പെറ്റീഷൻ നമ്മൾ കോടതിയിൽ മൂവ് ചെയ്താലും അതൊന്നും കോടതി മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കോടതിയുടെ ജഡ്ജ്മെന്റ്. സർ, അതൊക്കെ പിന്നീടുള്ള കാര്യ. എനിക്ക് എത്രയും പെട്ടെന്ന് അപ്പുവിനെ ഈ കേസിന് ഒഴിവാക്കിയേ പറ്റൂ. അതാ എൻ്റെ ആവശ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. ജോബിൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. അല്ല നന്ദൻ, എന്തായി? ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിച്ചു സാർ. മാളുവും ജോബിനും തമ്മിൽ ഡിവോഴ്സിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നാണ് ഇപ്പോഴും ആ കുട്ടി പറയുന്നത്. എന്നിട്ട് മാളും ജോബിൻ എന്ത് പറയുന്നു? അവർ രണ്ടുപേരും വില്ലിംഗ് ആണ് സാർ. ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ നന്ദൻ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. മാളും ജോബിനും ഡിവോഴ്സിന് സമ്മതിച്ചു എന്ന്. നോ, എനിക്ക് വേണ്ടി അവർ അങ്ങനെ ഒരു ധാരണയിൽ എത്താൻ പാടില്ല. ബിപി പ്ലീസ് പറയുന്ന കേക്ക്, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോടൊപ്പം വരില്ല. നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മിസ് അലീന, ഇങ്ങനെ ഒരു കോംപ്രമൈസ് ശരിക്കും അബ്സേർഡാണ്. ഇതുകൊണ്ട് ആർക്കും ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഞാൻ പറയാതെ തന്നെ അലീനക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ വക്കീലെ, ലാഭത്തിന്റെ നഷ്ടത്തിന്റെ കണക്ക് ഞാൻ പിന്നീടേ നോക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് നടക്കണം. ഇത് എന്റെ ഒരു വാശിയാ. ചെറിയ ചെറിയ വാശികൾ നടക്കുമ്പോ നമുക്കുണ്ടാവുന്നൊരു സന്തോഷമില്ലേ? ആ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇങ്ങനൊരു ഡിമാൻഡ് വെക്കുന്നത്. അപ്പോ പെറ്റീഷനിൽ ജോബിന് ഒപ്പിട്ടാൽ അലീനയ്ക്ക് ഒരു കോംപ്രമൈസിൽ എത്താമല്ലോ അല്ലേ? അങ്ങനെ വെറുതെ ഒരു ഒപ്പിട്ട പോരെ ഹിമ. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ജോയിന്റ് പെറ്റീഷൻ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അത് കോടതി ഫയലിൽ സ്വീകരിച്ചതായി എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ എന്റെ പരാതി വിഡ്രോ ചെയ്തോളാം. എന്താ ജോബിൻ, എന്നാ പിന്നെ അതങ്ങ് സമ്മതിക്കുമല്ലേ? സോറി സർ, എന്റെ ഭാര്യയുടെ ആഗ്രഹത്തിന് വഴങ്ങിയാണെങ്കിൽ ഞാൻ ആ പെറ്റീഷനിൽ ഒപ്പിടാനും അത് കോടതിയിൽ പ്രൊസീഡ് ചെയ്യാനൊക്കെ ഞാൻ റെഡിയാണ്. പക്ഷേ ഒരാളുടെ പിടിവാശിക്ക് മുന്നിൽ ഇങ്ങനൊരു കോംപ്രമൈസിന് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ആരുടെയും പിടിവാശിക്ക് വേണ്ടിയല്ല, ഇതെന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഡോക്ടർ ഈ പെറ്റീഷനിൽ സൈൻ ചെയ്തേ പറ്റൂ. ജോബിൻ, ഇപ്പൊ നിങ്ങൾ ഒപ്പിട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. ഞാനല്ലേ പറയുന്നേ. പണിക്കർ സാർ, ഹലോ. അപ്പോണ് സർ, എന്തായി തീരുമാനം? അത് ജോബിനിപ്പോ സൈൻ ചെയ്യാൻ വില്ലിംഗ് ആണ്. നോ സർ, എനിക്ക് വേണ്ടി സാർ ആ കോംപ്രമൈസിന് വഴങ്ങരുത്. എന്റെ ഈ കേസ് ഏറ്റെടുത്ത് നിർത്താൻ സാർ വില്ലിംഗ് ആണോ? എങ്കിൽ അലീനോട് പറ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ. എനിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യരുതെന്ന് ഡോക്ടറിനോടും മാളുവിനോടും പ്രത്യേകം പറയണം. അല്ല, അപ്പോ കേസ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിവിടം കൊണ്ടങ്ങ് തീരുവാണെങ്കിൽ. സർ, ഇതങ്ങനെ ഇവിടം കൊണ്ട് തീർക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്ലീസ്, എനിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാമെന്നും പറഞ്ഞ് അലീനയുടെ മുമ്പിൽ ആരും താഴരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. എന്താ സർ, അപ്പു ആയിരുന്നോ ലൈനില്? അപ്പു എന്താ പറയുന്നത്? കേസ് കോംപ്രമൈസ് ആവാൻ അപ്പുവിന് താല്പര്യമില്ലെന്ന്. അതിനുവേണ്ടി ആരും വഴങ്ങരുതെന്ന് അപ്പുവിന്റെ നിലപാട്. അല്ലേന, അപ്പു പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ കേസുമായി പ്രൊസീഡ് ചെയ്യുന്നതിൽ അപ്പുവിന് എതിർപ്പൊന്നുമില്ല. പിന്നെ ആശുപത്രിയിൽ വെച്ച് ഡോക്ടറെ ആക്രമിച്ചെന്നുള്ള ഒഫൻസ്, അത് കോടതിയിലെത്തുമ്പോൾ എന്തുകൊണ്ട് അപ്പുവിനത് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് കോടതിക്ക് ബോധ്യമാവും. ആ കേസിൽ അപ്പു ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് വക്കീലിനും എടുക്കുമ്പോൾ ഇരിക്കും. അതെനിക്ക് വിട്ടേക്ക്. ഇവിടെ ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഉപാധി പറയാം. അലീനയുടെ വാശി ജയിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് ജോബിനത് സൈൻ ചെയ്യും. പിന്നെ അത് കോടതിയിലേക്ക് മൂവ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ മാളുവിന്റെ വക്കീലും കൂടെ അങ്ങ് തീരുമാനിക്കട്ടെ. അതുപോലെ അത് പോരാന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിൽ പിന്നെ അപ്പു പറയുന്ന പോലെ കേസുമായി അലീനയ്ക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പുവിനെ ജാമ്യത്തിലേർക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ ചെയ്തോളാം. എക്സ്ക്യൂസ് മീ സർ. സർ എന്നെക്കാളും സീനിയർ ആണ്. എന്നാലും അപ്പുവിനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം സർ ഈസി ആയിട്ട് പറഞ്ഞു. പക്ഷെ അതൊരു റിസ്ക് അല്ലേ സർ? ആ റിസ്ക് ഞാൻ ഏറ്റെടുക്കുന്നു. സോറി സർ,
ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഗർഭിണിയായ ഡോക്ടറെ കാരണമില്ലാതെ ഉപദ്രവിച്ചു എന്നാണ് അലീന കൊടുത്തിരിക്കുന്ന പരാതി. അങ്ങനെ നോക്കുമ്പോ അപ്പു ചെയ്തിരിക്കുന്നത് നോൺ ബെയിലബിൾ ഓഫൻസ് ആണ്. ഡോണ്ട് യു നോ ദാറ്റ്? ഡോക്ടർ ഡ്യൂട്ടിയിലായിരുന്നോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആദ്യം അലീന ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് സയന്റിഫിക്കായി കോടതിക്ക് മുമ്പാകെ തെളിയിക്കേണ്ടി വരുമല്ലോ. വാദിസ്ഥാനത്തുള്ള ആൾ ഡോക്ടർ ആയതുകൊണ്ട് അതിനത്ര പ്രയാസം ഉണ്ടായിരിക്കില്ല, അല്ല അലീന? ഗർഭിണിയാണോ അല്ലയോ എന്ന് കോടതിക്ക് ബോധ്യം വന്നിട്ട് പോരെ ഡോക്ടർ ഡ്യൂട്ടിയിലാണോ അല്ലയോ എന്നും ആരാണ് പ്രകോപനം തുടങ്ങി വെച്ചതെന്നൊക്കെ തെളിയിക്കേണ്ടത്? ഡോക്ടർ പ്രഗ്നന്റ് ആണെന്ന് തെളിയിക്കാൻ അലീനയ്ക്ക് കോടതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല, അല്ലേ അലീന? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അലീന അത് ആദ്യം ചാലഞ്ച് ചെയ്യട്ടെ. ബാക്കിയൊക്കെ എന്റെ റിസ്ക് അല്ലേ, ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ ജോബിൻ, ഇതുവരെ ഞാൻ നിങ്ങളോട് ഇത് സൈൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ എന്റെ റിക്വസ്റ്റ് പിൻവലിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. വേണ്ട സർ, ഇനി എൻ്റെ ഒരു ഒപ്പ് കാരണം ഈ കേസ് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോണ്ട. അതുകൊണ്ട് അലീനയ്ക്കോ മാളൂനോ ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. തരൂ. ഇവിടെ സൈൻ ചെയ്തോളൂ. ഇനി ഇത് ഫയൽ ചെയ്യോ ചെയ്യാതിരിക്കോ ഒക്കെ ഹിമയുടെ ഇഷ്ടം. അപ്പോ ആ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി. ഇനി നമ്മൾ അപ്പുന്റെ കേസ് മാത്രം ഡീൽ ചെയ്താൽ മതി. അപ്പൊ ഡോക്ടറെ, നമുക്ക് കോടതി കാണാം. കോടതി മുമ്പാകെ ഒരു പ്രഗ്നൻസി ടെസ്റ്റിന് തയ്യാറെടുത്തോണേ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ മാഡം. അപ്പോ ഇവിടുത്തെ ചടങ്ങുകൾ തീർന്ന സ്ഥിതിക്ക് ഞാൻ ഇറങ്ങിക്കോട്ടെ. ഒരു മിനിറ്റ്. സാർ മിടുക്കനാണെന്ന് എനിക്കറിയാം. പക്ഷേ സാറിന്റെ കൂടെ എലിയും പൂച്ചയും കളിക്ക് നിന്ന് തരാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ? മാളൂന് വേണ്ടി ഒരു ത്യാഗം സഹിച്ച് അപ്പു അങ്ങനെ പുണ്യാളനൊന്നും ആവണ്ട. എനിക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ അപ്പുവിനെ ജാമ്യത്തിൽ ഇറക്കാൻ സാറിന് കഷ്ടപ്പെടേണ്ട കാര്യമുള്ളൂ. ആ പരാതിയെ ഞാനങ്ങ് പിൻവലിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഈ അവസരം ഒരു ഷോ മാച്ചായിട്ട് കണ്ടാൽ മതി. യഥാർത്ഥ മത്സരം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ കാണാം. താങ്ക് യു ഹിമ. ഏതായാലും കറക്റ്റ് സമയത്ത് താൻ ആ പോയിന്റ് എടുത്തിട്ട് നന്നായി. അലീന അങ്ങനെ ഒരു ട്രാപ്പ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനാണ് സാറിനോട് താങ്ക്സ് പറയേണ്ടത്. അങ്ങനെ ഒരു കാര്യം സാറാണല്ലോ എന്നെ ഓർമ്മിപ്പിച്ചതും. ഈ ദിവ്യഗർഭം വെറും മാനിപ്പുലേഷൻ ആണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഈ കേസ് ഒരു വഴിത്തിരിവായനെ. പക്ഷേ അല്ലെങ്കിലും ആ കള അധികകാലം നീണ്ടു നിൽക്കില്ല സർ. എന്നാ ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ. അപ്പോൾ എത്ര വേഗം റിലീസ് ചെയ്യണം? ശരി സർ. ആ, എന്തായി നന്ദൻ? ഒരു തരത്തിൽ രക്ഷപ്പെട്ടു സാർ. അലീനെ ഒരു ഉപാധിയും ഇല്ലാതെ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു. അപ്പുവിന്റെ ആ നിലപാട് ഒരു തരത്തിൽ ഗുണം ചെയ്തെന്ന് വേണം പറയാൻ. കേസുമായി കോടതിയിൽ പോയാൽ ആ കുട്ടിയുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞടങ്ങുമെന്ന് അതിന് ബോധ്യം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം കേസ് പിൻവലിക്കാൻ അലീനെ തീരുമാനിച്ചത്. അപ്പു അല്പം സാഹസികമായി പോയെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്തത് നന്നായി. അതുകൊണ്ട് അലീന അൺകണ്ടീഷണലായിട്ട് കീഴടങ്ങി. അപ്പൊ ഈ കേസ് ക്ലോസ് ചെയ്യാലോ അല്ലേ? ഷുവർ സർ. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കിനി ഒരു പരാതിയും ഉണ്ടാവില്ല. ഓക്കെ. ഓക്കെ സർ.
പേടിക്കണ്ട, കേസ് ഞാൻ പിൻവലിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് പേടിയുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത്രയും ധൈര്യശാലിയായ ഒരാള് വെറുതെ അകത്ത് പോയി കിടക്കണ്ടെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അലീനയോട് മുട്ടാൻ പറ്റിയ ഒരാള് പുറത്തുള്ളത് എനിക്ക് നല്ലതാ. ബാക്കി അംഗം നമുക്ക് പുറത്ത് വെച്ച് തുടരാം. പോട്ടെ അപ്പു. ബിബി ദാ എന്തു പറ്റി? സ്റ്റേഷനിൽ നിന്ന് വന്ന വേഷം പോലും മാറാതെ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? ഏയ് ഒന്നുമില്ല. അതല്ല, മനസ്സിൽ എന്തോ ഉണ്ട്. എന്താണേലും എന്നോട് തുറന്നു പറ. സ്റ്റേഷനിൽ ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അലീന കേസ് വിഡ്രോ ചെയ്തോടുകൂടി ഇനി അത് സംബന്ധിക്കുന്ന ഒന്നുമില്ലെന്നാ അന്തം പറഞ്ഞത്. പിന്നെന്താ വിപിക്ക് ആകെ ഒരു വല്ലായിക പോലെ? ഞാൻ അപ്പുവിന്റെ കാര്യം തന്നെ ആലോചിക്കായിരുന്നു. ഇതിപ്പോ എത്രാമത്തെ തവണയാ പോലീസ് കേസും സ്റ്റേഷൻ സെറ്റിൽമെന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട്? എത്ര അനുഭവം വന്നാലും പഠിക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അതാണോ? പോട്ടെ വിപി, ഒന്നും അപ്പോ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ, ഓരോ സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നതല്ലേ. അത്തരം സാഹചര്യങ്ങളിൽ പെടാതിരിക്കാനുള്ള ബുദ്ധിയും സാമർഥ്യമൊക്കെ ഇനി എന്നാ അപ്പൂനുണ്ടാവും? ഇനിയെങ്കിലും ഇതുപോലുള്ള ഓരോ കുരുക്കുകളിൽ ചെന്ന് ചാടാതിരിക്കാൻ താൻ അപ്പൂനോടൊന്ന് പ്രത്യേകം പറയണം. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അപ്പൂനത് ഇഷ്ടമായില്ലെന്ന് വരും. അങ്ങനെയൊന്നുമില്ല വിപി, ഇന്നത്തെ കേസ് തന്നെ അപ്പു വേണമെന്ന് വെച്ചുണ്ടാക്കിയതല്ലല്ലോ. ശരിക്കും ആ ഡോക്ടർ അപ്പുനെ ട്രാപ്പിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അപ്പുനോട് ക്യാബിനിൽ ചെല്ലാൻ പറഞ്ഞ എന്തിനാ? ഹോസ്പിറ്റലിന്റെ പുറത്ത് വെച്ച് അവർക്ക് സംസാരിക്കായിരുന്നല്ലോ. ഇതൊക്കെ എന്നോടാണോ ഗീത ചോദിക്കുന്നത്? ഒന്നാമത് അപ്പു ആ കുട്ടിയെ കാണാൻ പോയത് തന്നെ തെറ്റ്. 2, ഹോസ്പിറ്റലിൽ വെച്ച് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അതിലും വലിയ തെറ്റ്. മനഃപൂർവ്വം ആ കുട്ടി അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുമായിരുന്നു എന്ന് അപ്പു പറഞ്ഞത്. എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും ബോധപൂർവ്വം ഒഴിഞ്ഞു നിൽക്കേണ്ടത് അപ്പു ആയിരുന്നില്ലേ? പകരം അപ്പു എന്താ ചെയ്തത്? അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നില്ലേ? അത് അപ്പോഴത്തെ ഒരു പ്രകോപനത്തിൽ അപ്പു അറിയാതെ. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ഗീത. നമ്മളോട് ശത്രുതയുള്ള ഒരാളെയാണ് നമ്മൾ പേഴ്സണലായി കാണാൻ പോകുന്നെങ്കിൽ അയാളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നിടത്താണ് നമ്മുടെ മിടുക്ക്. അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോൾ പ്രകോപിതനായി അയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ച, അതും ഹോസ്പിറ്റലിൽ അവരുടെ ഡ്യൂട്ടി സമയത്ത്, അതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് ആർക്കാണ് അറിയാൻ പറ്റാത്തത്? അതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയും സാമർഥ്യവും അപ്പൂനില്ലാതെ പോയതെന്ത്? പോട്ടെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ അപ്പു ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ചാൽ നല്ലത്. ഇനി ഇങ്ങനെ കേസും വഴക്കുമായി സ്റ്റേഷനിൽ കയറി ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് താനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൂന് അല്ലെങ്കിലും ഈയിടെയായിട്ട് ദേഷ്യം അല്പം കൂടുതലാ. അതിപ്പോഴത്തെ ട്രീറ്റ്മെന്റിന്റെ ആവും. ഹോർമോൺ ചേഞ്ചസ് വരുമ്പോ ദേഷ്യവും വാശിയും പിണക്കവും ഒക്കെ കൂടുന്ന് വിപിയോടല്ലേ ഡോക്ടർ പറഞ്ഞത്? അതൊക്കെ ശരി തന്നെ, സമ്മതിക്കുന്നു. പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ഇതുപോലുള്ള ട്രാപ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണം. ഇനിയിപ്പോ അതോർത്ത് വിപി വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം അപ്പൂനെ. അതുപോലെ അപ്പൂന്റെ പരിമിതികളും പ്രശ്നങ്ങളും വിപി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോഴും അപ്പു ഒരു പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. ആ, പറഞ്ഞതുപോലെ നാളെയാണല്ലോ ഡോക്ടർ അരവിന്ദനെ കാണാൻ പോകേണ്ടത്. അത് മറക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് ഡോക്ടറെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം ഓർമ്മിപ്പിക്കാം. വിപി വാ, വന്ന് ഡ്രസ്സ് മാറ്, എന്നിട്ടൊന്ന് ഫ്രഷ് ആവ്. അപ്പോഴത്തേക്ക് മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറും. വാന്നേ.